ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്ക് തന്നെയാണ്. തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും അതുതന്നെയാണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. സോ ഇതിനകത്ത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചാമ്പ്യൻ ഓഫ് കപ്സ്, 9 of cups, Ace of swords, High priestess, 2 of swords, Wheel of fortune, Elder of swords, 8 of swords, Apprentice of pentacles, World, 9 of pentacles, Moon energy, Judgment. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടി നിലവിലുണ്ട് എന്നറിയുന്ന വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് സംശയിക്കുന്ന വ്യക്തികളൊക്കെ മാത്രം തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്യുന്ന റീഡിങ്സ് കാണുക. തേർഡ് പാർട്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, തേർഡ് പാർട്ടി ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്യുന്ന റീഡിങ്സ് നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും വളരെ എന്താ പറയുന്നത്, പ്രൊട്ടക്റ്റീവായിട്ട്, അല്ലെങ്കിൽ അത്ര കെയറിങ്ങോടുകൂടി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ചെന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുക, ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളത് തീർച്ചയായിട്ടും വളരെയധികം ഹോണസ്റ്റായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോയ ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളാണ് ഈ ഒരു പേഴ്സണ് ലവ് ഓഫർ ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ നമുക്ക് ആ ഒരു ചാമ്പ്യൻ ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് കപ്സ് കോംബോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരു സിംഗിൾ ലൈഫ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലൈഫിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടായിരിക്കണം ഈ ഒരു പേഴ്സണ് കൂടുതലൊരു സ്നേഹവും കരുതലൊക്കെ കൊടുത്ത് അവരെയും ആ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളുടെ ഹോണസ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും നല്ലൊരു ലെവലിലേക്ക് പോയ ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ വളരെ ഡെപ്തിലേക്ക് പോയ ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പലർക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പല പല വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട 2 എനർജീസ് കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ മേജർ ആർക്കാന കാർഡ്സ് വേറെയുണ്ട്, എങ്കിലും നമുക്കിവിടെ അടുത്തടുത്ത് നിൽക്കുന്ന 2 എനർജീസ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് വേൾഡ് എനർജീസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഘട്ടത്തിന് ശേഷം ഇവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയോട് അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായമോ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സോ മറ്റൊന്നായിരിക്കാം. പക്ഷേ തേർഡ് പാർട്ടിയോട് പറയുന്ന ഒരു എനർജിയിൽ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. അതായത് അവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിസിഷൻ എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ അത്രയും നല്ല രീതിയിൽ പോയ, അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ പോയ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഇൻഡിസിഷൻ കയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് കാലം പോയപ്പോൾ ഇതിനകത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്ന് പതിയെ ഒരു
നെഗറ്റീവിലേക്ക് വൈബ്രേറ്റ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം എൽഡർ ഓഫ് സോഡ്സ്, എയ്റ്റ് ഓഫ് സോഡ്സ് എനർജീസ് ഒക്കെയാണ് കയറി വന്നിട്ടുള്ളത്. എയ്റ്റ് ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഒരു സ്റ്റക്നെസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെ. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഫ്രീഡം കൊടുക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നായിരിക്കും ഇവർ തേർഡ് പാർട്ടിയോട് പറയുന്നത്. അല്ലെങ്കിൽ അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ മുഖമല്ല, പിന്നീട് റിലേഷൻഷിപ്പ് കുറച്ച് ഡീപ്പായി പോയ ശേഷം നിങ്ങൾ അവരോട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണോട് വളരെയധികം നിർബന്ധ ബുദ്ധി കാണിക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു കൺട്രോളിങ് കാണിക്കുകയോ, ഒരു പൊസസീവ്നെസ്സോ ഓവർ പൊസസീവ്നെസ്സോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ഒരു ഘട്ടത്തിൽ അവരെ ഇതിൽ നിന്ന് പുറത്ത് വിടാത്ത തരത്തിലുള്ള ഒരു ട്രാപ്പിംഗ് എനർജിയും കൂടിയാണ് അവർ എയ്റ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ വരെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. ആദ്യം കണ്ട ഒരു ഫേസ് അല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ എത്രയോ സ്മൂത്തായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയ ഒരു എനർജി അല്ല പിന്നീട് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് സത്യം തന്നെയായിരിക്കും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോൺടാക്റ്റ് പീരീഡിലായിരിക്കാം. ചിലവർക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ കോൺടാക്റ്റ് ഉണ്ടാവാനും മതി. എന്തായാലും തേർഡ് പാർട്ടിയോട് ഈ ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങൾ തമ്മിലൊരു കോൺടാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സൈക്കിൾ അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള ബുദ്ധിമുട്ട്, സ്ട്രഗിൾസ്, കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ നിയന്ത്രണം, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് നമുക്കിവിടെ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കിൾ എൻഡായി എന്നുള്ള ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് ആ ഒരു അപ്രൻറ്റീസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കാണാം. അപ്പോൾ അതായത് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് പിന്നീടാണ് മനസ്സിലാക്കിയത് എന്നുള്ള ഒരു എനർജി, ഒരു ലേണിംഗ് എനർജിയും കൂടിയാണത്. അതും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിഷ്യലി നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അത്രയും ഹോണസ്റ്റായിട്ട് നിന്നൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു മറ്റൊരു ഫേസ് കൂടി ഈ ഒരു പേഴ്സണ് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഒരു കൺട്രോളിംഗ് ഈ ഒരു പേഴ്സണെ കൊണ്ട് നിർത്തിയ ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ തേർഡ് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പ്രോബ്ലംസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് പീരീഡിലാണ്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഭയമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്നതിൽ പല കാര്യങ്ങളും റിയൽ ആവണമെന്നില്ല. അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായിരിക്കാം, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അത് നിങ്ങളുടെ പേഴ്സണെയും തേർഡ് പാർട്ടിയെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൻ്റെ എനർജി പറയുമ്പോഴത്തേക്കും ഇവിടെ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അവർ കൂടുതൽ അവരുടെ ഒരു എന്താ പറയുക, സെൽഫ് ഗ്രോത്ത്, അല്ലെങ്കിൽ അവരുടെ കരിയർ ആയിരിക്കും ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളൊരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത്. അവരിപ്പോൾ മറ്റൊന്നിനും ഇല്ല. ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതും അവരുടെ ലൈഫിലില്ല. അതും ഒരു അടഞ്ഞ അധ്യായം പോലെ മാറിയിരിക്കുകയാണ്. ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും അവരുടെ ഒരു സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അവർ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരുടെ ഒരു വഴിയെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു മൂൺ എനർജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത്, അവരിപ്പോൾ തേർഡ് പാർട്ടിയോട് പറയുന്നതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ സീക്രസീസ്, മിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ സിംഗിളായിട്ട് അവരുടെ ഒരു വഴി നോക്കി പോകുന്നത്. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. അതായത് ഈ ഒരു പേഴ്സണായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം വരുന്നത് പോലെ വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം യൂണിവേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കർമ്മ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ, ഇതൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെതായ രീതിയിൽ ഇത് മുന്നോട്ട് പോട്ടെ, അല്ലാതെ ഈ ഒരു പേഴ്സണായിട്ട് ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല, അവരവരുടെ വഴി നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ ചിലപ്പോൾ തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ ഭയപ്പെടുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് ആണ് എന്ന് അവരുടെ മുൻപിൽ വരുത്തി തീർക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിനൊന്നുമില്ല, അവരവരുടെ വഴി നോക്കി മുന്നോട്ട് പോവുകയാണെന്ന് അറിയിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ ആ ഒരു എനർജിയിൽ തന്നെ ആയിരിക്കാനും മതി. എല്ലാം അവസാനിപ്പിച്ചു, ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോട്ടെ എന്നുള്ളൊരവസ്ഥയിലും ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയോട് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു എനർജി നമുക്കിതാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേർക്കൊന്നും ചിലപ്പോൾ റെസണേറ്റ് ആവണമെന്നില്ല, കുറച്ച് പേർക്കായിരിക്കും റെസണേറ്റ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി നമ്മളിവിടെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫിയറിങ് കൊണ്ട് പറഞ്ഞതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിലും എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുന്നുണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി എന്താണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം.
ഇവരോട് ഈ പറഞ്ഞതുപോലെ തന്നെയാണോ? അവരവരുടെ വഴി നോക്കി മുന്നോട്ട് പോവുകയാണോ? നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ആയിട്ട് പോകുന്നൊരവസ്ഥയാണോ? അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് ഇമോഷൻസാണ് ഇപ്പോൾ ഉള്ളതെന്ന് കൂടി നമുക്കറിയാം. ഇനി യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് പോസിറ്റീവായിട്ട് തന്നെ കാണുക. Okay, Two of Pentacles, Queen of Swords, Four of Pentacles, Star, Seven of Cups, Seven of Swords, Eight of Pentacles, Lovers energy, Five of Pentacles, Hanged Man, Five of Swords, Nine of Swords, Six of Pentacles, Six of Swords, Nine of Pentacles, Devil energy, ആൻഡ് നൈറ്റ് ഓഫ് സൂട്ട്സ്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് മേജർ ആർക്കാന കാർഡ് പോലെ തന്നെയാണ്. സ്റ്റാർ എനർജിയാണ്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കണം. കറൻറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവരോട് പറഞ്ഞാണെന്നുണ്ടെങ്കിലും സത്യമായിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺ ആൻഡ് ഓഫ് എങ്കിലും ആയിരിക്കും. ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ എന്ന് ഈ ഒരു പേഴ്സൺ യാതൊരു ധാരണയില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം സെവൻ ഓഫ് കപ്സ് ആൻഡ് സെവൻ ഓഫ് സോഡ്സ് എനർജി. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ ഭയമായിരിക്കും. തേർഡ് പാർട്ടിയോട് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ വരണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു റീകൺസിലിയേഷൻ നടത്തിയെടുക്കണം എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആരും അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെല്ലാം വളരെ രഹസ്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു ലവേഴ്സ് എനർജി പറയുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങൾക്ക് തരുന്ന സ്ഥാനം ആർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. അത് മറ്റുള്ളവരോടൊന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പോലും അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ്. ആ ഒരു രീതിയിലാണ് അവർ അവരുടെ എന്താ പറയുന്നത്, അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറമെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഫേക്ക് ഫേസ് വെച്ച ഒരു പേഴ്സൺ ഇല്ല, എനിക്കൊരു ഇതുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സിറ്റുവേഷൻ ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോയത്. എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. ചിലവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമിലിയോ അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അവരോടൊക്കെ എന്ത് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും, മാനസികമായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ, ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പഴയതുപോലെ ആവാൻ ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു പേഴ്സണാണ്. അവർക്ക് നല്ല രീതിയിലുള്ള നൈരാശ്യമുണ്ട് ഈ ഒരു പേഴ്സണ്. അവരത്രയും വിഷമിക്കുന്നുണ്ട്, പക്ഷെ പുറമേ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന നയൻ ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു സോളിറ്റ്യൂഡും കൂടിയാണ്. ഒറ്റപ്പെട്ടിരുന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. ആരും ഇല്ല, അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നൈറ്റ് ടൈമിലായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാത്തതിൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട് മാനസികമായിട്ട്. പക്ഷെ അവർ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ സ്റ്റക്നെസ് ആണ്. അവർക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നറിയില്ല, അല്ലെങ്കിൽ എല്ലാം യൂണിവേഴ്സിന് വിട്ടു കൊടുത്തിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്താണോ അത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്.
അപ്പോൾ അതുമാത്രമല്ല ഇവർക്ക് നിങ്ങളോട് വളരെയധികം പൊസസീവ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പൊസസീവ്നെസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോവോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മറ്റാരുടെയെങ്കിലും സ്വന്തമാവോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയോടുള്ള ഭയം കൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു രീതിയിൽ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം തേർഡ് പാർട്ടിയോട് അവർ പറഞ്ഞ ഒരു എനർജി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് സമൂഹത്തിനെ കാണിക്കാനായിരിക്കണം അവർ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്ക് വിഷമമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കാണിക്കാനായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ സന്തോഷമായിട്ട് ഫോട്ടോസ് ഇടുന്നു, അങ്ങനെയൊക്കെയാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നല്ല രീതിയിൽ പിരിമുറുക്കം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളില്ലാത്തതിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം. ഒരു സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ഈ ഒരു വ്യക്തിക്ക്. ഒരു മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് ഫേക്ക് ഫേസ് ഇട്ട് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാനസികമായിട്ട് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവന്ന് തരണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി വന്നപ്പോഴായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ തന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കത് സാധിക്കുന്നില്ല. അവർ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് അഡിക്റ്റഡ് ആണ്. മാനസികമായിട്ട് അവർക്കൊരു അഡിക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. കാര്യം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടി നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത്രയും അവരുടെ ഒരു മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്പെസിഫിക് മെസ്സേജ് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ പറഞ്ഞതുപോലെ ഒരു നോ കോൺടാക്റ്റിലേക്കോ ലെസ് കോൺടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കെങ്കിലും വന്ന് മെസ്സേജ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സൺ ഓടി വന്ന് ഞാൻ ഇപ്പുറത്തുണ്ട് എന്ന രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതായത് നിങ്ങൾ അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ചെയ്യുന്ന തത്രപ്പാടുകളാണ് ഈ പറഞ്ഞതൊക്കെ. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റ് തന്നെയായിരിക്കാം. ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സിനകത്ത് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ 100% ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. എന്ത് ചെയ്യണം ഞാൻ ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ എന്ന് നട്ടം തിരിയുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ പ്രത്യേകിച്ച് വലിയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി കാണുന്നില്ലെങ്കിൽ കൂടിയും അവരതിനുള്ള വഴികൾ അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ ഒരു എനർജിയുടെ ഒരു ഫ്രസ്ട്രേഷനിൽ അവർ നിങ്ങൾക്ക് ഓടി വന്നൊരു മെസ്സേജ് എങ്കിലും ഇട്ടിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയോടുള്ള ശക്തമായ ഭയം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് മനസ്സിനകത്ത് ഇത്രയും താല്പര്യം ഉണ്ടായിട്ടും ഇവരതെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ച് അടക്കി നിർത്തുന്നത്. അല്ലെങ്കിൽ അവരുടെ വിഷമം അവർ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കുന്ന ഒരവസ്ഥയിലൂടെ പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ചിലവർക്ക് തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നത് ഫാമിലി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫാമിലി എനിക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടും ആവാം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ വെച്ച് നോക്കിയപ്പോൾ ഇവിടുത്തെ എനർജിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ പുറമെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല, കട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, മാനസികമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി അത്രയ്ക്ക് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഭയം കൊണ്ട് തന്നെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ എനർജി ആണോ, നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയാണ് തടസ്സമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആൻഡ് സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.